നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ മെയ് മാസത്തെ ആനുകൂല്യ വിതരണത്തെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വിതരണം ഈ മാസം 20-ാം തീയതിയോടുകൂടി ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പ് വന്നിട്ടുണ്ട്. കുടിശ്ശികയുള്ള പെൻഷൻ ഗഡുക്കളിൽ നിന്നും ഒരു ഗഡു പെൻഷൻ കൂടി കൂട്ടിച്ചേർത്തായിരിക്കും 3200 രൂപ ഈ മാസം 20-ാം തീയതിയോടുകൂടി വിതരണം ആരംഭിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, നിലവിൽ 3 മാസത്തെ പെൻഷൻ്റെ കുടിശ്ശികയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഇതിൽ നിന്നും ഒരു ഗഡു പെൻഷനും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷനും കൂടി കൂട്ടിച്ചേർത്തായിരിക്കും 3200 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് അർഹതയുള്ള 8.5 ലക്ഷത്തോളം ആളുകൾക്ക്, നമുക്കറിയാം 8.5 ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടക്കുന്നത്. ഇത്തരത്തിൽ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ 8.5 ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള ആനുകൂല്യമാണ് ലഭിക്കുക. ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിയിരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല ആളുകൾക്കും ഇത് കുടിശ്ശികയാകുന്ന വലിയ ഒരു പരാതി നേരിട്ടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം നൽകുന്നതിനോടൊപ്പം നൽകുവാൻ തീരുമാനിച്ചത്. 2023 സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരുന്ന, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക്, അതായത് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാമെന്ന് തീരുമാനിക്കുകയും അത്തരത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പെൻഷൻ തുക അല്ലെങ്കിൽ പെൻഷൻ വിഹിതം കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിൽ 200 രൂപ മുതൽ 500 രൂപ വരെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കുറവുകൾ സംഭവിക്കുന്ന ഒരു വലിയ പരാതി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 20-ാമത്തെ ഗഡുവിൻ്റെ വിതരണം സംബന്ധിച്ചാണ്. ഈ ഒരു 20-ാമത്തെ ഗഡു പെൻഷൻ വിതരണത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ 3 മാസത്തെ ഗഡുവായ 2000 രൂപയായിരിക്കും 20-ാമത്തെ തവണയായി വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് KYC പൂർത്തിയാക്കാനുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിലേക്കോ ഒക്കെ എത്തി ഈ ഒരു KYC പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ ഒരു തുക നമുക്ക് ലഭിക്കുക. 2024 ഈ KYC പൂർത്തിയായിട്ടുള്ള ആളുകളൊന്നും ഇത് ചെയ്യേണ്ടതില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ ഈ KYC സ്റ്റാറ്റസ് ഓക്കെ അല്ലാത്ത ആളുകൾ മാത്രം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി ഈ ഒരു KYC പൂർത്തിയാക്കിയാൽ മതിയാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും. ഇതിൻ്റെ കൃത്യമായ, അതായത് ഈ PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതി ഇതുവരെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം എന്തായാലും ഈ മാസം 20-ാം തീയതി കൂടി ആരംഭിക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിനായി 1800 കോടി രൂപയോളമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മളുടെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഈ ഒരു തുക 20-ാം തീയതിയോടുകൂടി എത്തിച്ചേരും. ഇനിയിപ്പോൾ നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ 22-ാം തീയതിയോടുകൂടി ആയിരിക്കും ഈ ഒരു പെൻഷൻ വിതരണത്തിനായി നമ്മളുടെ വീടുകളിലേക്ക് എത്തുക. നമ്മളുടെ പെൻഷൻ വാങ്ങുന്ന ആർക്കെങ്കിലും അവരുടെ പെൻഷൻ സ്റ്റാറ്റസിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടില്ല, അല്ലെങ്കിൽ 2 or 3 തവണയായിട്ട് പെൻഷൻ മുടങ്ങുന്നുണ്ട് എങ്കിൽ അവരും നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി ഒന്നുകൂടി മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തുക കൃത്യമായി തന്നെ ലഭിക്കും. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.